ഇതെല്ലാം തുടങ്ങിയത് ഒരു വാക്കിൽ നിന്നാണ്. ജിഹാദി എന്ന് പറയുന്ന ഒരു വാക്ക് ടിനി ചേട്ടൻ അൻസിബയെ വിളിച്ചു എന്നാണ് പരാമർശിക്കുന്നത്. അതിന് എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് ചേട്ടൻ, കാരണം അത് എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും മീറ്റിംഗിൽ ഇരിക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു വാക്ക്. ഈ ചേട്ടൻ ഈ ചേച്ചി എന്ത് വിളിച്ചെന്നാ കുട്ടി കേട്ടത്? ഞാൻ കേട്ടില്ല, അങ്ങനെ പറഞ്ഞു കേട്ടത് ജിഹാദി എന്ന് വിളിച്ചു. ജിഹാദി. കുട്ടി ഒരു മുസ്ലിം അല്ലേ? അതെ. എന്താണ് ജിഹാദി? ആരാണ് ജിഹാദി? എക്സ്ട്രീം മുസ്ലിം ഇതില് അതായത് വയലന്റ് ആയിട്ട് മുസ്ലിം നേച്ചർ കാണിക്കുന്നവരാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. അതാണ് തെറ്റ്. മുസ്ലിമിന് പോലും യഥാർത്ഥ മുസ്ലിമിന്, എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല, ബഹുഭൂരിപക്ഷം മുസ്ലിമിന് പോലും ജിഹാദി എന്തെന്ന് അറിയില്ല. ഞാൻ പഠിച്ചത്, ഞാൻ ഖുറാൻ പഠിച്ച ആളൊന്നുമല്ല, പക്ഷെ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. ഞാൻ മഹാവ്യക്തികളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, മുസ്ലിം പുരോഹിതന്മാരോട് ചോദിച്ചിട്ടുണ്ട്. ജിഹാദി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു തീരുമാനം, അത് നല്ല ഏത് തീരുമാനമായിക്കോട്ടെ, ഏതൊരു ആശയമായിക്കോട്ടെ, ഏതെങ്കിലും പ്രത്യയശാസ്ത്രമായിക്കോട്ടെ, അതിനുവേണ്ടി തീവ്രമായി പണിയെടുത്ത് അതിനെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ജിഹാദി. ഓക്കെ, നമ്മളെല്ലാവർക്കും ഉള്ളൊരു ചിന്തയാണ് ജിഹാദി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്താണ്, മത തീവ്രവാദി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഓക്കെ, ശരിക്കും ഇപ്പം നടന്ന ഇന്റർവ്യൂ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ നടന്നൊരു ഇന്റർവ്യൂ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, മറ്റേത് കൊല്ലം തുളസിച്ചേട്ടനാണ്. അപ്പോൾ നമ്മുടെ അമ്മയിൽ അൻസിബ ടിനി ടോമും ആയിട്ട് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഈ റീസെന്റ് ആയിട്ട് നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ടിനി ടോം അൻസിബ ഹസനെ ശരിക്കും ജിഹാദി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു എന്നുള്ളൊരു പരാമർശമായിട്ട് അൻസിബ എത്തിയിരുന്നു. അതിന്റെ പേരിൽ കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ പെങ്കൊച്ച് ശരിക്കും പറഞ്ഞ ഇന്റർവ്യൂവിൽ കൊല്ലം തുളസിച്ചേട്ടനോട് ചോദിക്കുകയാണ് എന്താണ് ജിഹാദി. ആ കൊച്ചിന് ശരിക്കും പറഞ്ഞ ജിഹാദി എന്താണെന്ന് അറിയാൻ പാടില്ല. പക്ഷേ കൊല്ലം തുളസിച്ചേട്ടൻ അതെന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ആ കൊച്ചിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ അവതാരകയായിട്ടിരുന്ന ഹാജ്ര അലിസൺ, ഓക്കെ, ആ പുള്ളിക്കാരിക്കെതിരെ ശരിക്കും അൻസാരി ഉസ്താദ് എന്ന് പറയുന്ന ഒരു ഉസ്താദ് ശരിക്കും ഇപ്പോൾ രംഗത്ത് എത്തിയിട്ടുണ്ട്. സോ ഇവരെല്ലാം ശരിക്കും പറഞ്ഞ ഒരേ മതസ്ഥരാണല്ലോ, ഹാജിറ ആയാലും അൻസാരി ഉസ്താദൊക്കെ ആയാലും. സോ അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഹാജിറയ്ക്ക് ശരിക്കും സ്വന്തം മതത്തിൽ ഉള്ള ഒരു കുട്ടിയായിട്ട് പോലും അവൾക്ക് ജിഹാദി എന്തെന്ന് അറിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ആ ഒരു വാക്കുകളിലേക്ക് നമുക്ക് പോകാം സുഹൃത്തുക്കളെ. സോ ആ വാക്കുകൾ ഇവിടെ നമുക്ക് കേൾക്കാം. മദ്രസയിൽ പോകാത്ത, കിതാബ് ഓതാത്ത കൊല്ലം തുളസി സാറിന്റെയൊക്കെ വിവരത്തിന്റെ 10-1 പോലും നമ്മുടെ കൗമിൽപ്പെട്ട ചിലർക്ക് ഇല്ല എന്ന് ഓർക്കുമ്പോഴേ വളരെ ദയനീയത തോന്നുന്നു. ഒന്ന് കേട്ടു നോക്കി. കുട്ടി ഒരു മുസ്ലിം അല്ലേ? എന്താണ് ജിഹാദി? ആരാണ് ജിഹാദി? പെട്ട് എന്താണ് ജിഹാദ്? എന്താണ് ജിഹാദ്? നീ കേട്ടോ. എക്സ്ട്രീം മുസ്ലിം ഇതില് അതായത് വയലന്റ് ആയിട്ട് മുസ്ലിം നേച്ചർ കാണിക്കുന്നവരാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമിസം, വയലന്റ് ആയിട്ടുള്ള മുസ്ലിം. ആലോചിക്കണം മോളെ, അവിടെ വേഷം കണ്ടുകൊണ്ട് ഈ സമുദായത്തിന്റെ ഭാഗമാണെന്ന് വിചാരിച്ചുകൊണ്ട് പറയാണ്. ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഏറ്റവും കുറഞ്ഞ ചോദിക്കുന്ന ചോദ്യം അതിന്റെ ഉത്സാരം അകക്കമ്പെങ്കിലും എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് വായിച്ച് ChatGPT ജെമിനിയുടെ ചോദിച്ചാലേ കിട്ടൂലേ. എന്തിനാണ് ഇങ്ങനെ നമ്മൾ പരിഹാസ്യരാകുന്നത്? നീ ഇപ്പൊ പറഞ്ഞുതരും. ബഹുമാനപ്പെട്ട കൊല്ലം തുളസി സാറ് അദ്ദേഹം മദ്രസയിൽ പോയിട്ടില്ല, കിതാബ് ഓതിയിട്ടില്ല, പ്രഭാഷണം കേൾക്കാൻ പോയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ആ വിശാലമായ ഹൃദയം കൊണ്ട് അദ്ദേഹം മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയ ആ ഡെഫിനിഷൻ അദ്ദേഹം സവിസ്തരം ഇവിടെ പറയും. ഒന്ന് സാഗൂതം ഒന്ന് കേട്ടു. അതാണ് തെറ്റ്. മുസ്ലിമിന് പോലും, യഥാർത്ഥ മുസ്ലിമിന്, എല്ലാവരും ഞാൻ പറഞ്ഞില്ല, ബഹുഭൂരിപക്ഷം മുസ്ലിമിന് പോലും ജിഹാദി എന്തെന്ന് അറിയില്ല. ഞാൻ പഠിച്ചത്, ഞാൻ ഖുറാൻ പഠിച്ച ആളൊന്നുമല്ല, പക്ഷെ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. ഞാൻ മഹാവ്യക്തികളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, മുസ്ലിം പുരോഹിതന്മാരോട് ചോദിച്ചിട്ടുണ്ട്. ജിഹാദി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു തീരുമാനം, അത് നല്ല ഏത് തീരുമാനമായിക്കോട്ടെ, ഏതൊരു ആശയമായിക്കോട്ടെ, ഏതെങ്കിലും പ്രത്യയശാസ്ത്രമായിക്കോട്ടെ, അതിനുവേണ്ടി തീവ്രമായി പണിയെടുത്ത് അതിനെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ജിഹാദി. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പണ്ട് ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും ഇടില്ലേ, അവരെ ലക്ഷ്യത്തെത്തില്ലേ? അവരും ജിഹാദികളാ അല്ലെന്ന് പറയാൻ പറ്റൂ. അവരുടെ ലക്ഷ്യമുണ്ട്, ഒരു പ്രത്യയശാസ്ത്രമുണ്ട്, അവർക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം ജയിപ്പിക്കുന്നതിന് വേണ്ടി തീവ്രമായി പരിശ്രമം ചെയ്ത് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നവരാണ് അതിന് ജിഹാദിയാണ്. മനസ്സിലാകും. അതല്ലെങ്കിൽ ഇത് കേട്ടോണ്ടിരിക്കുന്ന മതാധ്യക്ഷൻ തിരുത്തട്ടെ. അങ്ങനെ ജിഹാദി എന്നുള്ള തീവ്രവാദമല്ല, തീവ്രവാദികളെയോ അല്ല, അത് ആദ്യം തിരുത്തണം. അപ്പൊ അതാണ് ജിഹാദി എന്ന വാക്കിന്റെ അർത്ഥം. ഇത്രയും സവിസ്തരം അടിപൊളിയായിട്ട് വിശദീകരിച്ചൊരു മനുഷ്യന്റെ സമീപകാലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജിഹാദി എന്ന വാക്കിന്റെ സ്വന്തം സമുദായത്തിന്റെ പേരും പേര് നടക്കുന്ന ആരിഫ് ഹുസൈനെ പോലുള്ള ചാവാലികൾ ഈ വാക്കിനെ സമൂഹമധ്യേ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഹൃദയത്തിൽ അല്പമെങ്കിലും ശരിയുള്ള മനുഷ്യർക്ക് അന്വേഷിക്കുമ്പോൾ ശരിയായ ഉത്തരം കിട്ടുള്ളൂ. അവർക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുള്ളൂ. അവർക്കേ ശരിയുടെ പക്ഷത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. അതാണ് രാഹുൽ ഈശ്വർ അടക്കമുള്ളവരുടെ പ്രത്യേകത. ഇപ്പൊ കൊല്ലം തുളസി സാർ, അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ് പലർക്കും അറിയാം. എന്നിട്ടും ആ മനുഷ്യൻ ഈ തെറ്റിദ്ധരിപ്പിക്കലും ഈ വർഗീയവൽക്കരിക്കലിന്റെ ഒക്കെ കാലഘട്ടത്തിൽ അവരുടെ നടുമധ്യത്തിൽ നിന്നുകൊണ്ട് ആ വാക്കിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കുകയും അതങ്ങനെ തന്നെ സമൂഹത്തിന് മുമ്പിൽ പറയാൻ സ്ഥൈര്യം കാണിച്ച് അദ്ദേഹം ബഹുമാനം അർഹിക്കപ്പെടുന്ന മനുഷ്യരല്ലേ. അതുകൊണ്ട് നേരിലൊന്ന് കണ്ടിരുന്നെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കാമായിരുന്നു. അത് പറ്റാത്തതുകൊണ്ട് ഞാൻ എണീറ്റ് നിന്ന് അദ്ദേഹത്തെ ബഹുമാനിക്കുകയാണ്. ബഹുമാനപ്പെട്ട കൊല്ലം തുളസി സാറേ, ബിഗ് സല്യൂട്ട്.
അതുകൊണ്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്, ഇപ്പോൾ പല ആളുകളും ഇങ്ങനെ സമുദായത്തിന്റെ ആ വേഷം പേർക്കൊണ്ട് ഇന്റർവ്യൂ ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ മിനിമം നിങ്ങൾ ഇതൊക്കെ പഠിക്കും ഗ്രഹിക്കുന്നുള്ളതുകൊണ്ട് പറഞ്ഞില്ല, മിനിമം ആ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് പോയി ചോദിക്കും. വെറുതെ ഇളിബരാകാൻ നിൽക്കരുത്. ഇതിപ്പം മുല്ലാക്കാനെ ബാക്കിയുള്ളവർ ഒത്തുപിടിപ്പിക്കുന്ന അവസ്ഥയായി. ശരിക്കും അൻസാരി ഉസ്താദ് പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ശരിക്കും അതായത് കുറെ ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ജിഹാദി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് തീവ്രവാദം, അത് തന്നെയാണെന്നുള്ളൊരു രീതിയിലാണ് ആളുകളെല്ലാം ചിന്തിച്ചു വെച്ചിരുന്നത്. പക്ഷെ സംഭവം അതല്ല. ഒരു വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ലക്ഷ്യം കണ്ടിട്ട് അത് നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് ശരിക്കും ജിഹാദികൾ എന്ന് വിളിക്കുന്നത്. ഇദ്ദേഹം തന്നെ ഉദാഹരണം പറയുന്നുണ്ട്. ശരിക്കും മഹാത്മാഗാന്ധിയും അതുപോലുള്ള വലിയ വലിയ മനുഷ്യരൊക്കെ ശരിക്കും പറയുവാണെന്നുണ്ടെങ്കിൽ അവർ ജിഹാദികളാണെന്നുള്ളൊരു കാര്യം. അപ്പോൾ എന്തൊക്കെയായാലും എനിക്ക് അവതാരക എന്ന് പറയുന്ന ഹജറ എന്ന് പറയുന്ന കൊച്ചിനോട് പറയാനുള്ളത്, ശരിക്കും ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്ന സമയത്ത് ശരിക്കും നമ്മളൊരു ടോപ്പിക്കോട് ചെല്ലുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ ഒരു വിശകലനം നടത്തുക. ഓക്കെ, അതിനെക്കുറിച്ച് നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. അത് പഠിച്ചിട്ട് നമ്മളൊരു മറ്റു ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന വ്യക്തിയോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ തിരിച്ച് അതിന്റെ ആൻസർ പറയും. അവർ തിരിച്ച് നമ്മളോട് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും. സോ ആ ക്വസ്റ്റ്യൻസിന് നമുക്ക് കറക്റ്റായിട്ട് ആൻസർ പറയണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു സംഭവത്തിലേക്കാണോ ഇറങ്ങിച്ചെല്ലുന്നത് അതിനെപ്പറ്റി ഒന്ന് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, എന്തൊക്കെയായാലും ഹാജിറയ്ക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഇപ്പോൾ എന്തോ സൈബർ അറ്റാക്കോ കാര്യങ്ങളൊക്കെ നേരിട്ടുണ്ട്. പക്ഷേ ഈ അൻസാരി ഉസ്താദ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒന്നുമില്ലെങ്കിലും അവരുടെ സ്വന്തം സമുദായത്തിലുള്ള ഒരു കൊച്ചാണ് ഹാജിറ. സോ ഇതുപോലൊരു വീഡിയോ ഒന്നും ചെയ്യേണ്ടിയിരുന്നില്ല. പറ്റുവാണെന്നുണ്ടെങ്കിൽ അതിനെ കോൺടാക്ട് ചെയ്യാനുള്ള വഴിയൊക്കെ പുള്ളിക്കാരന് കാണും. അത് ഒന്ന് കോൺടാക്ട് ചെയ്ത് അതിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നായനെ. പക്ഷേ ഇതുപോലെ വന്ന് നിന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഒരു സമൂഹവും കൂടെ ചിലപ്പം ആ കൊച്ചിനെ ഒറ്റപ്പെടുത്താനുള്ള സാധ്യത നന്നേ കൂടുതലാണ്. അതുകൂടെ ഉസ്താദ് ഒന്നും മനസ്സിലാക്കിയാൽ നന്നായിരിക്കും കേട്ടോ. ഞാൻ വലിയ ആളൊന്നുമില്ല പറഞ്ഞു തരാൻ, പക്ഷെ അത് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയനെ. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ വീഡിയോ എന്ന് പറയുന്നൊരു സംഭവമായിട്ട് വരാതിരുന്നായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായനെ. അപ്പോൾ എന്തൊക്കെയായാലും ഈ ഹാജർക്ക് ശരിക്കും ഉസ്താദിനോട് എന്താണ് പറയാനുള്ളതെന്നും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. അദ്ദേഹം ഇതിൽ പരാമർശിക്കുന്ന ഈ ലിബിയായ ഇന്റർവ്യൂറില്ലേ, അത് ഞാൻ തന്നെയാണ്. എന്റെ പരിമിതമായ അറിവിൽ ഞാൻ പഠിച്ച ഇസ്ലാം വെച്ചിട്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ വേഷവിധാനമൊക്കെ കണ്ടിട്ട് ഇദ്ദേഹം ഒരു ഉസ്താദാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരാളും ഒരാളെ കളിയാക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ പരദൂഷണം പറയാനോ, പ്രത്യേകിച്ച് ഒരു ഉസ്താദ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് കണ്ടാൽ അദ്ദേഹം ഖുർആൻ മൊത്തമായി പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണല്ലോ. എനിക്കറിയില്ല, ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരാളുടെ അറിവില്ലായ്മയോ കളിയാക്കാനോ പുച്ഛിക്കാനോ അയാൾ എന്ത് മുസ്ലിം അത് ചോദിക്കാനോ ഒരാൾക്കും ഇസ്ലാമിൽ റൈറ്റ്സ് ഇല്ല. ഒരാളുടെ വിശ്വാസം അത് അവരുടെ മാത്രമാണ്, അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും റൈറ്റ്സ് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ എന്തിന്റെ പേരിലാണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്നുള്ളത് എന്ന് വെച്ചാൽ ആ ഇന്റർവ്യൂയുടെ ഇടയിൽ എനിക്ക് ഇപ്പൊ റീസെന്റ് കൊല്ലം തുളസി സാറായിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ ജിഹാദി എന്നൊരു വാക്ക് പറയുകയും അതിന്റെ അർത്ഥം ചോദിക്കുകയും അത് ഞാൻ തെറ്റായി പറയുകയും ചെയ്തു. ആ ഒരു കാര്യം ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കിയ സമയത്ത് ഇങ്ങനെയാണ് വന്നത്. ഓക്കെ, ഞാൻ ഇത് വായിച്ചിട്ടാണ് പറഞ്ഞതും എനിക്ക് അദ്ദേഹം പറഞ്ഞു തന്ന ഒരു അറിവിനെ ഞാൻ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇന്റർവ്യൂവിൽ ഞാൻ അദ്ദേഹത്തിനോട് എനിക്ക് എന്നിട്ട് ഇതൊന്നല്ല ജിഹാദി, ഇങ്ങനെയല്ല ജിഹാദി എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് അറിവില്ലാത്തൊരു സാധനം അദ്ദേഹം പറഞ്ഞതും ഞാൻ അത് സ്വീകരിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന ഈ ജിഹാദി എന്ന് പറയുന്ന ഒരു വാക്ക് ഒരിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര യൂസ് ചെയ്തിരുന്നു. ഈ അസോസിയേഷൻ ഇഷ്യൂ ഒക്കെ നടന്ന സമയത്ത് ഈ പറയുന്ന ഉസ്താദ്മാരെന്ന് നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ രണ്ടാൾക്കാരാ. ഇദ്ദേഹം ഈ ജിഹാദി എന്താണെന്നുള്ളത് സമൂഹത്തോട് ക്ലിയർ ആയിട്ട് ഇപ്പൊ കൊല്ലം തുളസി സാർ പറഞ്ഞു തന്ന അത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു ഇഷ്യൂ നടന്നപ്പോ എത്ര ഉസ്താദന്മാർ ജിഹാദി എന്താണെന്ന് പ്രോപ്പർ ആയിട്ട് ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. എനിക്ക് അറിയില്ലായിരുന്നു. എന്റെ കൂടെ ഒത്തിരി മുസ്ലിം സുഹൃത്തുക്കൾ ആ സമയത്ത് ക്യാമറാമാനായിട്ടും ഒക്കെ എന്റെ ഹസ്ബൻഡും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ഉറപ്പാണ് ഇത് കാണുന്ന പല മുസ്ലിംസിനും ജിഹാദി എന്താണെന്ന് പ്രോപ്പർ ആയിട്ട് അറിയുന്നുണ്ടാവില്ല. കുറച്ച് പേർക്ക് അറിയാറ്റും, കുറച്ച് എല്ലാവരും പരിശുദ്ധമായ ഖുർആൻ പഠിച്ചിട്ട് ഇങ്ങനെ ജീവിക്കാനാണെങ്കിൽ എല്ലാവരും ഒരു തെറ്റും ചെയ്യാതെ ഖുർആനിൽ തന്നെ ഇസ്ലാമിൽ തന്നെ പറയുന്നുണ്ട് മനുഷ്യനായാൽ തെറ്റ് ചെയ്യും എന്നുള്ളത്. അള്ളാഹു അതാണ് പറയുന്നത്. അപ്പൊ ഞാൻ ചെയ്തൊരു തെറ്റിനെ ഉസ്താദ് ഇപ്പൊ കളിയാക്കുകയല്ലേ ചെയ്തത്. പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയില്ലാത്തതും കൂടെ പറഞ്ഞുതരാം. ആ സമയത്ത് ആ സ്പോട്ടിലാണ് അദ്ദേഹത്തിന് ജിഹാദി എന്താണ് സമൂഹത്തിലേക്ക് എത്തിക്കണം എന്നുള്ളതുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്താണെന്ന് ചോദിക്കുന്ന രീതിയിൽ ആ ക്വസ്റ്റൻ ഒന്ന് വരുവാണെങ്കിൽ ഞാൻ അത് എന്താണെന്ന് പറയാം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാനത് ചോദിച്ചത്. അദ്ദേഹത്തിന് അത് ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുണ്ട് എന്താണ് ജിഹാദി എന്നുള്ളത് പ്രോപ്പർ ആയിട്ട്. അത് ഞാൻ ചോദിച്ചാൽ ഞാൻ പ്രിപ്പയർ ചെയ്ത് ഇപ്പൊ തലേന്നാണ് നമുക്ക് ഗസ് ആരാന്ന് അങ്ങനെ വരികയാണെങ്കിൽ പോലും എനിക്ക് പരിശുദ്ധമായ ഖുർആൻ ഒരു ദിവസം കൊണ്ട് പഠിച്ച് തീരാവുന്നതൊന്നല്ല. അപ്പോൾ എന്റെ പരിമിതമായ അറിവിൽ ആ സമയത്ത് എന്നോട് ചോദിക്കാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹം എന്താ ജിഹാദി എന്ന് എന്നോട് തിരിച്ചു ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് നോക്കിയ സമയത്ത് എനിക്ക് ഗൂഗിളിൽ കിട്ടിയത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ ഇത് നേരത്തെ കരുതി കൂട്ടി പോയി പ്ലാൻ ചെയ്ത ഒരു ടോപ്പിക്കോ ഡിസ്കഷൻ ടോപ്പിക്കോ ഒന്നുമല്ല. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലാത്ത കാര്യത്തെ കുറിച്ച് ഒരാളെ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഇപ്പൊ അദ്ദേഹത്തിന് പറയാം, ഓക്കെ കൊല്ലം തുളസി സാർ പറഞ്ഞ ഈ ഒരു കാര്യം കറക്റ്റ് ആണ്, ഇതാണ് ശരിക്കും ജിഹാദി എന്നും പറയാം. അല്ലാണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ കളിയാക്കിയിട്ടോ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മയെ കളിയാക്കിയിട്ടോ അല്ല. ഞാൻ എന്ത് മുസ്ലിമാന്ന് ചോദിച്ചാൽ അത് ഞാനും പഠിച്ചോണ്ടും തമ്മിൽ എന്റെ വിശ്വാസത്തെ ആരും ചോദ്യം ചെയ്യേണ്ട. ഞങ്ങൾ തമ്മിലുള്ള ഇത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം. ചിലപ്പോൾ ഞാൻ ചെയ്യുന്നതിൽ തെറ്റുന്ന എല്ലാ മനുഷ്യരും പെർഫെക്റ്റ് അല്ല, എല്ലാ മനുഷ്യർക്കും എല്ലാം അറിയുകയില്ല. ഈ ഘോരമായി നീട്ടി വലിച്ച ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പാട്ടും പാടി പ്രസംഗിച്ച് വേദ നടത്തുന്ന ഉസ്താക്കന്മാർക്ക് ആവശ്യമുള്ള ഇതുപോലത്തെ കാര്യങ്ങൾ മനുഷ്യന്മാരെ മുസ്ലിമുകളെ എഡ്യൂക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു എന്നുകൂടെ ഞാൻ പറയാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞ ഇപ്പൊ ഹാജിറ പറയുന്നത് ഹാജിറ പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഹാജിറ പ്രിപ്പയർഡ് ആയിട്ടല്ല കൊല്ലം തുളസി സാറിന്റെ അടുത്ത് ചെന്നത്. പക്ഷെ കൊല്ലം തുളസി സാറിന് ഇതിനെപ്പറ്റി നല്ല അവബോധമുണ്ട്, നല്ല അറിവുണ്ട്. അപ്പൊ പുള്ളിക്കാരനാണ് ഹാജിറോട് പറഞ്ഞത് ശരിക്കും ഹാജിറ
ഇതുപോലൊരു ക്വസ്റ്റ്യൻ നീ എന്നോട് ചോദിക്കുക. സോ അതിനെ പറ്റിയുള്ള എൻ്റെ അറിവ് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഓക്കെ, അത് ഇതിനെപ്പറ്റി ജിഹാദി എന്താണെന്നുള്ളതിനെ പറ്റി അറിയാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും അവരിലേക്ക് എത്തട്ടെ. ശരിക്കും ജിഹാദി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് അല്ല, ഒരു പോസിറ്റീവ് ആണ് എന്നുള്ള കാര്യം ശരിക്കും കൊല്ലം തുളസി സാർ പറഞ്ഞതിന്റെ പേരിലാണ് ഹാജര ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും കൊല്ലം തുളസി സാർ എൻ്റെ ആൻസർ പറഞ്ഞ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതും കേട്ടോ. എന്തൊക്കെയായാലും ഇതാണ് ഹാജരയ്ക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ അൻസാരി ഉസ്താദ് കാണിച്ച് ശരിക്കും പറഞ്ഞാൽ അത്ര അങ്ങോട്ട് ശരിയല്ലെന്നാണ് ഞാനും പറഞ്ഞിട്ടുള്ളത്. കാരണം സോഷ്യൽ മീഡിയയൊക്കെ അറിയാലോ, ശരി ഈ കൊച്ചിനെയൊക്കെ ശരിക്കും ഇതിനകത്തുണ്ടെന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം വലിയ ഗ്രൂപ്പുകളും കാര്യങ്ങളും ഒക്കെ കാണും, ഈ സമുദായത്തിലുള്ള ആളുകളും എല്ലാ സമുദായത്തിലുള്ള ആളുകൾക്കൊക്കെ കാണും. സോ ഇതിലൊക്കെ ഷെയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ കൊച്ചിനകത്ത് ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവാണ്. അപ്പം അറിവില്ലാത്ത കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഒരു മാർഗം. അല്ലാതെ വീഡിയോയിൽ വന്നിട്ട് സ്വന്തം സമുദായത്തിലുള്ളതാണ്, ഇതിനെപ്പറ്റി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പരാമർശിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര നെഗറ്റീവിലോട്ടേ പോകത്തുള്ളൂ. ആ കൊച്ചിന് അതൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള സാധ്യത നന്നേ കൂടുതലാണ്. അത് അൻസാരി ഉസ്താദ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായാലും നമ്മുടെ ഹാജിറ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു ഇൻഫ്ലുവൻസറിന്, ഒരു ദുബായ് മലയാളി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം വ്യക്തിയുണ്ട്. പുള്ളിക്കാരൻ ഒരു വോയിസ് ഒരു ഇൻസ്റ്റാഗ്രാമിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ആ വോയിസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് വെക്കാം. അറിയായിരിക്കും അൻസാരി സൂരി എന്ന് പറഞ്ഞിട്ട് ഒരു ഉസ്താദ്. നിങ്ങൾക്ക് കുറച്ച് വീഡിയോസ് ഷെയർ ചെയ്ത് തരാം. ഞാൻ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ചാനലിലെ സെലിബ്രിറ്റി ഇൻ്റർവ്യൂവറാണ്. ഞാനൊരു 3-4 ദിവസമായി മര്യാദക്ക് ഉറങ്ങിയിട്ട് ഐ എം സഫറിങ് എ ലോട്ട്. എൻ്റെ ജോലി വരെ ഇത് കാരണം എനിക്കറിയില്ല. ഞാൻ മര്യാദക്ക് ഫുഡ് കഴിച്ചിട്ടില്ല, ഞാൻ മര്യാദക്ക് ഉറങ്ങിയിട്ടില്ല. ഞാൻ എൻ്റെ ഹസ്ബൻഡ് സന്തോഷത്തോടെ ഒരു നേരം പോലും ഇരിക്കുന്നില്ല. ലൈക്ക് എനിക്കറിയില്ല, ഇതിന്റെ തന്നെ ചർച്ച ചെയ്ത് എങ്ങനെയാണ്. ഹാജർ ശരിക്കും നല്ല രീതിയിൽ സൈബർ അറ്റാക്ക് നേരിടുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മളിത് സോഷ്യൽ മീഡിയയിലും അധികം കണ്ടില്ല എന്നുണ്ടെങ്കിലും ശരിക്കും പുള്ളിക്കാരി ഇത് നല്ലപോലെ എഫക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, എനിക്ക് അൻസാരി ഉസ്താദിനോട് പറയാനുള്ള പറ്റുമെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി നല്ലൊരു വീഡിയോ ചെയ്യുക. ആ കൊച്ചിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു നല്ലൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് താങ്കൾ ശ്രമിക്കുക. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനൊരു വീഡിയോ ഒക്കെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ, അതായത് ഈ മതം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഷെയർ ചെയ്ത് വമ്പൻ ഗ്രൂപ്പുകളിലൊക്കെ പോയിട്ട് ചിലപ്പോൾ അത് ഭയങ്കര പ്രശ്നം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ കൊച്ചു ഓൾറെഡി ഒരു മുസ്ലിം കുട്ടിയാണ്. കൊച്ചിന്റെ വീട്ടിൽ വരെ ചിലപ്പോൾ ഇതിനെപ്പറ്റി നല്ല ചർച്ചയും കാര്യങ്ങളൊക്കെ നടത്തി ഇത് വലിയ പ്രഷറൈസ് ആയി മാറാനും ആ കൊച്ചിന് ചിലപ്പോൾ ആ ജോലിക്ക് ഇന്റർവ്യൂവറാണ്, ആ കൊച്ചിന് അറിയാവുന്ന പണി അതാണ്, ആ ജോലിക്ക് പോലും മേ ബി ചിലപ്പോൾ വിടാതിരിക്കാനുള്ള സാധ്യത പോലും ഉണ്ടാവും. സോ അതിന് ആകപ്പാട് അറിയാവുന്ന തൊഴിലതാണ്, അതിന് കിട്ടുന്ന വരുമാന മാർഗം അതാണ്. ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കാരണം അത് നിന്ന് പോയി കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി ഈ അൻസാരി ഉസ്താദ് തന്നെയായിരിക്കാം. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരന് പറ്റുവാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാജറെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും കൊല്ലം തുളസി സാർ ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇതെന്തായാലും വിവാദമായ ഒരു ഇഷ്യൂ തന്നെയാണ്. ഓക്കെ, ശരിക്കും ഈ സൈബർ ബുള്ളിംഗ് എന്ന് പറഞ്ഞത് നേരിട്ട് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ കുറെ യൂട്യൂബേഴ്സ് ഒക്കെ ഒന്ന് പറയുന്നുണ്ട് എയറിലാവാതിരുന്ന ആയതുകൊണ്ടാണെന്നുള്ള രീതിയിൽ. ശരിക്കും അതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്. ഞാൻ പറഞ്ഞുതരാം, ഞാൻ പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാനൊരു ബൈക്ക് മേടിച്ചു. ഓക്കെ, കോയിൻ കൊടുത്താണ് ബൈക്ക് മേടിക്കുന്നത്. അന്ന് എനിക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു സെയിം ഈ പേരിൽ തന്നെ. പക്ഷെ ആ ചാനൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് റിമൂവ് ചെയ്ത് കളഞ്ഞു. എന്തോ കോപ്പറേറ്റും സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ചാനൽ പോയി. അപ്പോൾ അന്ന് 24 ന്യൂസിൽ വരെ വന്ന ഒരു വാർത്തയായിരുന്നു ശരിക്കും ഞാൻ ബൈക്ക് മേടിച്ചു. ഞാൻ 1,00,000 രൂപയുടെ 10 രൂപ കോയിൻ കൊടുത്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബൈക്ക് മേടിക്കുന്നത്. ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്, അത്യാവശ്യം ഒന്ന് റീച്ച് ആവാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ശരിക്കും ഞാൻ വിചാരിച്ചില്ല ശരിക്കും അത് കയ്യിൽ നിന്ന് പോകും എന്നുള്ള കാര്യം. ഞാൻ ഒരുപാട് ചാനൽസിലൊക്കെ എൻ്റെ ബൈറ്റും കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് നെഗറ്റീവിലേക്ക് പോകുന്നത്. ഓക്കെ, കാശിൻ്റെ കുന്തളിപ്പ്, എൻ്റെ വീട്ടുകാരെ പറയുക, എൻ്റെ അച്ഛനെ പറയുക, എൻ്റെ അമ്മയെ പറയുക, എൻ്റെ പെങ്ങളെ പറയുക, ഇതുപോലുള്ള ഭയങ്കര മോശമുള്ള കമൻസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അന്ന് അച്ഛന് ശരിക്കും പറഞ്ഞാൽ ഫേസ്ബുക്കോ കാര്യങ്ങളൊന്നുമില്ല. സോ അച്ഛൻ ജോലി സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് അവിടെ ഉള്ളൊരു വ്യക്തി എൻ്റെ വീഡിയോ ഉണ്ടെന്നുണ്ട് എൻ്റെ അച്ഛനെ കാണിക്കണം. അതാ നോക്കണ ശരിക്കും ഇവനൊക്കെ എന്തിൻ്റെ കഴിപ്പാണെന്ന് ചോദിച്ചിട്ട് എൻ്റെ വീഡിയോ കാണിക്കണം. ഇവനെ കൊണ്ടാക്കിയവരെ പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചിട്ട് എൻ്റെ അച്ഛനെ ഈ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ മാനസികാവസ്ഥകൾ ചിന്തിച്ചു നോക്കണം. ഇതാണ് ശരിക്കും പറഞ്ഞ ഒരു സൈബർ ബുള്ളിങ് എന്നുള്ള രീതിയിൽ ശരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് പേരിൽ എൻ്റെ വീട്ടിൽ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അന്നുണ്ടായതാണ്. അപ്പോൾ എന്തൊക്കെയായാലും ഇപ്പോൾ ആ വീഡിയോയുടെ ജസ്റ്റ് എന്തോ ഹൈലൈറ്റോ കാര്യങ്ങളൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാം, ഈ മാക്സൂർ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് എനിക്കുണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേ ബി ചിലപ്പോൾ കാണാം. അതിന് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ശ്രീകണ്ഠ നായർ ഷോയിലൊക്കെ ഇരിക്കുന്നു. അപ്പോൾ അതൊരു അവസ്ഥയാണ് ശരിക്കും. അത് ആ ഒരു ചെറിയൊരു സിറ്റുവേഷൻ പോലും എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. അപ്പോൾ ഇതുപോലുള്ള ജാതിയും മതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ ശരിക്കും മതസ്പർദ്ധ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ശരിക്കും അതിൽ നമ്മളത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. ഓക്കെ, ആ കൊച്ചു ശരിക്കും പറഞ്ഞാൽ ആ ഒരു
വല്ലാത്തൊരു സിറ്റുവേഷൻ അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ആ കൊച്ചിൻ്റെ വോയിസിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തം ആവുന്നതാണ്. ഓക്കെ, എന്തൊക്കെയായാലും അറിവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണല്ലോ ശരിക്കും ഈ മദ്രസ പോലുള്ള സംഭവങ്ങളും അവിടെ പഠിപ്പിക്കുന്ന ആളുകളും. ഇതിനെപ്പറ്റി വലുതായിട്ട് പറയാറിയത്തില്ല ഈ ഉസ്താദിനെ പോലുള്ള ആളുകളൊക്കെ. അപ്പോൾ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു തെറ്റ് ചെയ്താൽ എന്താണ്, ആ തെറ്റിനെ തിരുത്തുകയാണ് വേണ്ടത്. അല്ലാതെ ആ തെറ്റിനെ വീണ്ടും തെറ്റിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കായിരിക്കും. ഓക്കെ, അതിനെ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാക്കി വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ടത്. ഒരു അധ്യാപകനും വിദ്യാർത്ഥിയായാലും വിദ്യാർത്ഥിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥി അവിടുന്ന് പുറത്താക്കുക, അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എവിടെയാണോ ഏത് ഭാഗമാണോ മനസ്സിലാകാഞ്ഞത് ആ ഭാഗം ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കി അതിന്റെ തലയ്ക്കുള്ളിലേക്ക് ആക്കി കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത്. അതാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. അല്ലാതെ അദ്ദേഹത്തിന് യൂട്യൂബ് ചാനലുണ്ട്, അതിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വന്നതെന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു പ്രവണത തന്നെയാണ് ഉസ്താദെ. ഓക്കെ, എന്തായാലും ആ കൊച്ചിന്റെ കയ്യിൽ നിന്ന് പോകാനാണ് ചാൻസ്. പുതിയ പിള്ളേരൊക്കെ ആണല്ലോ ശരിക്കും, ഇവർക്ക് ഇതിനെപ്പറ്റിയൊന്നും വലിയ അറിവോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. അപ്പോൾ എന്തൊക്കെയായാലും നമ്മുടെ കൊല്ലം തുളസി സാർ ഇതിനെപ്പറ്റി ഒരു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ചെറിയ കാര്യങ്ങൾ, ഒരു 30 സെക്കൻഡുള്ള, അതും കൂടി ജസ്റ്റ് ഒന്ന് കേട്ടോ. എന്റെ ഭാഗത്ത് തെറ്റില്ല, അതുകൊണ്ട് ഞാനിത് പ്രതികരിക്കുന്നില്ല. പിന്നെ കുട്ടി ഇപ്പം ചെയ്തത് നല്ല കാര്യമാണ്. പിന്നെ ഞാനിപ്പോൾ അദ്ദേഹം തന്നെ ഇന്ന ഒരു ചെറിയ വീഡിയോ ഞാനുമായിട്ട് സംസാരിച്ചു. അത് എൻ്റെ അനുവാദമില്ലാതെ എഡിറ്റ് ചെയ്ത് അദ്ദേഹം ഇട്ടത് അത് തെറ്റ് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവം ഏകദേശമൊക്കെ മനസ്സിലായി എനിക്ക്. ഞാനിനി കൂടുതൽ വിവാദങ്ങളിലേക്കൊന്നും പോകാൻ പറ്റില്ല, കാര്യം ഞാൻ പ്രായമായ ഒരാളാണ്. അൻസാരി ഉസ്താദിനെ പറ്റിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊല്ലം തുളസി സാർ പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ വിവാദത്തിലേക്കൊന്നും പോകാൻ താല്പര്യമില്ല. പുള്ളിക്കാരൻ അറിയാം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രീതിയിലൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് പുള്ളിക്കാരൻ അറിയാം. അപ്പോൾ എന്തായാലും ഹാജറ എന്ന് പറയുന്ന ആ പെൺകൊച്ച് ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ സൈബർ അറ്റാക്ക് നേരിടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോയിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആർക്കൊപ്പമാണ്, ഹാജറക്കൊപ്പമാണോ അതോ അൻസാരി ഉസ്താദിനൊപ്പമാണോ എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ വീഡിയോയിൽ കമന്റ് ചെയ്ത് രേഖപ്പെടുത്തുക. ശരിയും തെറ്റും ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ എന്നെ ജസ്റ്റ് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.